ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിൽ വന്ന് ഒരു സാക്ഷ്യം പറയാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസനെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലുള്ള രാജഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പനും അമ്മയും ഞങ്ങൾ 7 മക്കളും അടങ്ങിയ കുടുംബത്തിൽ ഞാൻ മൂന്നാമനാണ്. ഞങ്ങൾ 5 ആണും 2 പെണ്ണുമായിട്ട്, എനിക്കിളയതാണ് 2 പെൺകുട്ടികളായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വീട്ടിൽ വളരെ ഞങ്ങൾ അനുഭവിക്കാനായിട്ടിടയായി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായ ബുദ്ധിമുട്ടുകൾ തന്നെ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ചെറുപ്രായം മുതൽ തന്നെ പല പണികൾക്കുമൊക്കെ പോകേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് അവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് സോഷ്യൽ ഫോറസ്ട്രിയുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയിട്ട് അവിടെ തൈകളൊക്കെ നടാനുള്ള കവറുകൾ മണ്ണ് നിറയ്ക്കുക, അതുപോലെ തന്നെ തൈകൾക്ക് വെള്ളം ഒഴിക്കുക, തൈ വിതരണത്തിന് പോകുമ്പോൾ വണ്ടിയിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള പല പണികൾ, അതുപോലെ കനാലിൻ്റെ പണിക്ക് പോവുക. അങ്ങനെ ചെറുപ്രായം മുതൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പഠനത്തിലൊക്കെ ഒത്തിരി, കാരണം നമുക്ക് ബുക്ക് വാങ്ങിച്ചു തരാനോ പുസ്തകം വാങ്ങിച്ചു തരാനോ ഒന്നും അമ്മച്ചിയെ കൊണ്ട് കഴിയുന്നൊരു സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ പോയി. എന്നാൽ പഠനത്തിൽ വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് പഠിക്കാനായിട്ടിടയായി. വളരെ നന്നായിട്ട് പഠിച്ചു. പക്ഷെ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ പഠിച്ചിരുന്ന ആഞ്ഞിരമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്കൂളിൽ നിന്ന് വിട്ട് ശാസ്താംകോട്ട സ്കൂളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്ന എൻ്റെ ബന്ധത്തിലുള്ള കുറേയേറെ നല്ല ചേട്ടന്മാരായിരുന്നു. അവരൊക്കെ രാഷ്ട്രീയത്തിലെ നല്ല നേതാക്കന്മാരായതുകൊണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി രാഷ്ട്രീയത്തിലേക്ക് കയറാനായിട്ടിടയായി. അത് പഠനത്തിലല്പം ഉഴപ്പിലേക്കൊക്കെ പോകുന്നതിന് മുഖാന്തരമായി. എന്നാൽ പിന്നെയും കുഴപ്പമില്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ, 8ാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ചേട്ടൻ മുഖാന്തരം ആ സ്കൂളിലെ നാടക മത്സരത്തിന് പങ്കെടുക്കാനായിട്ടൊരു അവസരമുണ്ടായി. അങ്ങനെ ആ നാടകത്തിലേക്ക് കയറി ആ വർഷം നാടകം കളിച്ചു. നാടകത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങുവാനായിട്ടിടയായി. അതൊരു വലിയ സംഭവമായി. വീണ്ടും അപ്പോൾ അടുത്ത വർഷങ്ങളിലും നാടകം കളിക്കാനായിട്ട്, അങ്ങനെ 3 വർഷം, 8, 9, 10 3 വർഷം അവിടെ പഠിക്കുന്ന സമയത്ത് നാടക മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പ്രൈസ് വാങ്ങിച്ചു. അതോടുകൂടി ഒരു വലിയ പേര് പോലെയായി. മാത്രമല്ല അത് പുറത്തേക്കും പല മത്സര നാടകങ്ങളിലേക്ക് പോകുന്നതിനും പല സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിനും എല്ലാം മുഖാന്തരമായി. മാത്രമല്ല ആ സമയത്ത് തന്നെ ശാസ്താംകോട്ട രാധൻ എന്ന് പറയുന്ന അറിയപ്പെടുന്നൊരു നാടകക്കാരനുമായിട്ട് പരിചയപ്പെട്ടു. ആ ബന്ധം മുഖാന്തരം പുറത്തേക്കുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി. ചേട്ടനോടുള്ള ബന്ധത്തിൽ തന്നെ ലിറ്റിൽ വേ അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷനുമായിട്ട് ചേർന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി, സോഷ്യോ എക്കണോമിക് യൂണിറ്റിന് വേണ്ടിയിട്ടൊക്കെ നാടകം കളിക്കാൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ പോയി. അങ്ങനെയെല്ലാം. പക്ഷേ ഈ പോക്കുകളെല്ലാം സമ്മാനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാടകത്തിൻ്റെ പിന്നാലെ അങ്ങായിപ്പോയി. അതൊരു ഭ്രാന്ത് പോലെ അതിൻ്റെ പിന്നാലെ പോയി. അതുപോലെ തന്നെ ആ ജോലിക്കായിട്ടൊക്കെ പോയപ്പോഴത്തേക്ക് പഠനം വല്ലാതെ വിട്ടുപോകാനായിട്ട് ഇടയായി. അവസാനം 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ തക്കവണ്ണമുള്ള ഹാജരില്ലാത്ത ഒരു അനുഭവത്തിലായി. സാറന്മാർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനിടയായി. എന്നാൽ ആ സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ആ ടീച്ചർ ഒരു പെന്തക്കോസുകാരിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പെന്തക്കോസുകാരിയെ കണ്ടിട്ടുള്ളത്. അന്ന് പെന്തക്കോസാണെന്ന് അറിയത്തില്ല. ഞാൻ കണ്ട് പിന്നീടാണ് എനിക്കറിയുന്നത് പെന്തക്കോസുകാരി ആണെന്നുള്ളത്. ലീലാമ വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. ആ ടീച്ചർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ടീച്ചർ സംസാരിച്ചിട്ട് എനിക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. പക്ഷേ അത് മുന്നോട്ട് പിന്നെയും പോകാനായിട്ട് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് വീണ്ടും കോളേജിൽ ചേരാനായിട്ടൊക്കെയുള്ള സമയം വന്നപ്പോൾ ചേട്ടനും ഞാനുമായിട്ടൊക്കെയുള്ള ചില ഇതിൽ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ പരുവത്തിലാണ് നീ പോകുന്നതെങ്കിൽ നിന്നെ കൈ കിട്ടുമോ കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് കോളേജിൽ പോകണ്ട, ഞാൻ പഠിപ്പിക്കുന്ന, ചേട്ടൻ പ്രൈവറ്റ് കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ വന്നിട്ട് നീ പഠിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കോളേജിൽ വിടാതെ താൻ പഠിപ്പിക്കുന്ന കോളേജിൽ കൊണ്ട് ചെന്നിട്ട് പഠിക്കാനായിട്ടാക്കി. എന്നാൽ അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ആ കോളേജ് അങ്ങ് വിട്ടുപോയി. ഞാൻ അവിടെ ആയിപ്പോയി. ഫീസ് കൊടുക്കാനൊക്കെ കഴിയാത്ത നിലയിൽ പിന്നത്തേതിൽ പഠനം തന്നെ അങ്ങ് ഉപേക്ഷിക്കേണ്ട ഒരു നിലയിലേക്ക് വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പഠനവും ബാല്യകാലവും എല്ലാം പോയത്. എന്നാൽ ആത്മീയ നിലവാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആത്മീയമായിട്ട് എൻ്റെ വീട് ഒട്ടും ഒരു
നല്ല അനുഭവത്തിലല്ലായിരുന്നു. കാരണം എൻ്റെ അപ്പനോ അമ്മയോ ഒന്നും അങ്ങനെ പ്രാർത്ഥനയിൽ വലിയ കാര്യമുള്ളവരോ പള്ളിയിൽ പോകണമെന്ന് പോലും നിർബന്ധം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓർമ്മയുള്ള കാലങ്ങളിലൊക്കെ പള്ളിയിൽ പെരുന്നാളുകൾ വരുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ പള്ളിയുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി. എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞ് ഈ നാടകത്തോടുള്ള ബന്ധത്തിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിൽ അപ്പം തന്നെ മറ്റൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലേക്ക് ജേക്കബ് എന്ന് പറഞ്ഞിട്ടൊരാൾ കടന്നു വന്നിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നതിനകത്ത് നല്ലൊരു പങ്കും പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവമൊന്നുമില്ല, ശാസ്ത്രമാണ് വലുത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പുറമേ അത് പറയാനായിട്ട് തുടങ്ങി. ദൈവമില്ല എന്നുള്ളതിനെക്കുറിച്ച് പുറമേ പറയാനായിട്ട്. കാരണം നമുക്ക് ജീവിക്കാൻ ഏറ്റവും സുഖം അതാണല്ലോ. ദൈവമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയും ജീവിക്കാം എന്നുള്ള നിലകൊണ്ട് അങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ശാസ്താംകോട്ട പള്ളിയിൽ ഒരു ധ്യാനം വരുന്നു. ധ്യാനം വരുമ്പോൾ ഈ നാടകവും പരിപാടിയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ കൂട്ടുകൂടി എപ്പോഴും ഈ ധ്യാനക്കാരെ എല്ലാവരെയും കളിയാക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കളിയാക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം വന്നെങ്കിൽ ഞാൻ ധ്യാനത്തിന് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ എന്നാൽ ഞങ്ങളുടെ അവിടെയുള്ള ചർച്ചയിൽ നിന്ന് ഓരോ ഗ്രൂപ്പുകൾ, പള്ളിയുടെ 10-28 വീട്ടുകാരെയൊക്കെ ചേർത്തുകൊണ്ടൊരു ഗ്രൂപ്പുകളുണ്ടാക്കി. ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥാനം അവിടെ മറ്റ് ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നീയും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെയും ആ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. വെള്ളം കൊടുക്കാനും ബ്രെഡ് കൊടുക്കാനും ഒക്കെ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ കൂട്ടത്തിൽ കൂടി അവിടെ നിന്ന്. ഞാൻ ആ ധ്യാനമൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല. ആവശ്യമുള്ളവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കുക, ബ്രെഡ് കൊടുക്കുക, പഴം കൊടുക്കുക, അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പോയി. എന്നാൽ പിന്നീട് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള സിസ്റ്റേഴ്സുമായിട്ട് ആ സമയത്തൊരു ബന്ധം വന്നു. അപ്പോൾ സിസ്റ്റർമാർ വളരെ സ്നേഹത്തോടെ ഇടപെടാനും പള്ളി വരണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാനൊക്കെ തുടങ്ങിയപ്പം അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് അവർ പറഞ്ഞു, നിങ്ങളെന്തായാലും ഇത്രയും നാടകമൊക്കെ കളിക്കുകയും എല്ലായിടത്തും പോയി, കേരളത്തിലെല്ലാം പോയി നാടകം കളിക്കുന്നുണ്ടല്ലോ, നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടൊരു നാടകം, ഒരു മത്സര നാടകത്തിൽ പോയിട്ടൊന്ന് കളിച്ചാൽ എന്താ? നിങ്ങളെല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു നാടകം കളിക്കുക, പള്ളിക്ക് വേണ്ടിയിട്ടൊരു നാടകം പോയിട്ട് മത്സരിക്കാനായിട്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണെന്ന് കണ്ടു. അപ്പോൾ എൻ്റെ ചേട്ടൻ നാടകത്തിൽ വളരെ ഇതായിരുന്നത് കൊണ്ട് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചെന്നുകൊണ്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതിനെന്താ നമുക്ക് ചെയ്യാം, നീ എല്ലാവരെയും വിളിച്ചു കൂട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി പള്ളിക്ക് വേണ്ടിയിട്ടൊരു നാടകം കളിച്ചു. അങ്ങനെ നാടകം പോയി കളിച്ചു. അവിടെ വെച്ച് അത് വളരെ ജഡ്ജസൊക്കെ എടുത്തു പറയാനിടയായി. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ യൂദാസായിട്ടാണ് അഭിനയിച്ചത്. അതവർ പ്രത്യേകം എടുത്ത് പറയാനും ഒക്കെ ഇടയായി. അങ്ങനെ ഒരു കളി എനിക്ക് പിന്നീട് പാസ്സായി തീർന്ന എൻ്റെ ജേക്കബ് സാറ് പറയുകയും ചെയ്തിട്ടുണ്ട്, യൂദാസ് മാനസാന്തരപ്പെട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിലയിൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പള്ളിയുമായിട്ടൊന്ന് അടുത്ത് വരുന്നത്. പക്ഷേ ആ സിസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്തു. അന്നുണ്ടായിരുന്ന ഗിൽബർട്ട് മേരി എന്ന് പറയുന്ന സിസ്റ്റർ അവരെന്നെ നിർബന്ധിച്ചു. അതിലെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വെച്ചിട്ട് ഒരു ധ്യാനം നടക്കുന്നുണ്ട്, അതിലെന്തായാലും അതിനൊന്ന് പോകണം, ഇവിടുന്ന് ഒത്തിരി ചെറുപ്പക്കാർ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്നെ കിട്ടില്ല, ഞാൻ അങ്ങനെയുള്ള പരിപാടിക്കില്ല, എനിക്ക് ആ ദിവസങ്ങളിൽ നാടകമൊക്കെ ഉണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞു, അല്ല അതിലെന്തായാലും വരണം, അതിൽ നാടകത്തിന് പോയിട്ട് വന്നാലും മതി, അവിടുന്ന് വേണമെങ്കിൽ നാടകത്തിന് പൊക്കോ, കുഴപ്പമില്ല, പക്ഷേ അതിലെന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാനായിട്ടിടയായി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടിയൊക്കെ എന്നെ നിർബന്ധിച്ചു, വാ നമുക്ക് പോവാം, പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ എന്നാൽ പിന്നെ പോകാം എന്നുള്ള നിലയിലേക്ക് കൊല്ലത്തിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ കൂടെ പോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കാരണം തലേന്ന് എനിക്കൊരു നാടകം ഉണ്ടായിരുന്നു, പോയിട്ട് വന്നു. ഈ കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ തിരക്കി പിടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസത്തെ ധ്യാനം തീരാനായി. അവിടെയുള്ള ചെറുപ്പക്കാർ ഏതാണ്ട് 7000-ഓളം ചെറുപ്പക്കാരെ കണ്ട് പങ്കെടുക്കുന്ന ധ്യാനമായിരുന്നു. അവർ വളരെ കാര്യമായിട്ട് ഭയങ്കര ആർത്ത് സന്തോഷിച്ച് ഉല്ലസിച്ച് അവരെല്ലാം അങ്ങനെ ഇത് ചെയ്യുമ്പോൾ എനിക്കതിനകത്തൊന്നും പ്രത്യേകിച്ചൊരു സന്തോഷമൊന്നും തോന്നിയില്ല. ഞാൻ ഏറ്റവും ബാക്കിൽ മാറിയിരുന്നു. ആ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഞാൻ കടപ്പുറത്തും അതുപോലെ അവിടെയുള്ള എല്ലാം കറങ്ങാനായിട്ടൊക്കെ പോയി ഇങ്ങനെ കറങ്ങി നടന്നു. എന്നാൽ എനിക്ക് മനസ്സിലാകാതെ വന്നൊരു കാര്യം, രാത്രികളിൽ ഞാൻ റൂമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, ഈ റൂമിൽ മുഴുവൻ ഈ ചെറുപ്പക്കാർ മുഴുവൻ പ്രാർത്ഥനയാണ്. നമുക്ക് ഉറങ്ങാൻ പോലും കഴിയാത്തതുപോലെ ഇവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം കണ്ട് എന്നെ അത് വല്ലാതെ ചിന്തിപ്പിച്ചു, ഇതെന്താ ഇങ്ങനെ? പക്ഷേ 6 ദിവസമായിരുന്നു ധ്യാനം. 5-ാം ദിവസം ആയപ്പോഴത്തേക്കും നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ വന്ന് അവിടെ സംസാരിക്കാനായിട്ടിടയായി. അദ്ദേഹം വന്ന് പ്രസംഗിച്ചപ്പോഴത്തേക്ക്
അദ്ദേഹം ഇങ്ങനെ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാനായിട്ടിടയായി. ജീവനുള്ള ഒരു ദൈവമുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു അച്ചായൻ, കോട്ടയത്ത് നിന്നുള്ള ഒരു അച്ചായനും വന്നിട്ട് ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ പുറകിലാണ് നായിക്കാമ്പറമ്പിൽ അച്ഛൻ വന്നുകൊണ്ട് പറയുന്നത്, ജീവനുള്ള ഒരു ദൈവമുണ്ട്, ഏത് സമയത്തും നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും കാണുകയും അറിയുകയും എല്ലാം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്നുള്ളത് അതെന്നെ വല്ലാതെ ചിന്തിപ്പിക്കാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവങ്ങളിലൂടെയൊക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലെ നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും മറ്റു പലതിനുമൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ആ സമയങ്ങളെന്ന് പറയുന്നത് ഞാൻ പതുക്കെ ആ മദ്യപാനത്തിൻ്റെ നിലയിലേക്കൂടെ, നമ്മുടെ ഇന്ന് കോമഡി സ്റ്റാറിലും അതുപോലെ സിനിമയിലൊക്കെയുള്ള നെൽസൺ ഷൂർനാട് എന്ന് പറയുന്ന മനുഷ്യർക്ക് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം എന്നെ ഒരു ഓണത്തിന് അവരുടെ നാട്ടിലേക്ക് വിളിച്ചൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കള്ള് കുടിച്ച് തുടങ്ങി. അങ്ങനെ ഒരു ചെറിയ മദ്യപാന സ്വഭാവത്തിലേക്കൂടെ ഒക്കെ തുടങ്ങി വരുന്ന ഒരു സമയത്താണ് ഈ ധ്യാനത്തിന് പോകാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദൈവം എന്നെ കാണുന്നുണ്ടോ? എന്നെ കാണുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഞാൻ അവിടുത്തെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്വർഗരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒക്കെ അവർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഇതായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ പോകത്തില്ല. അതുകൊണ്ട് എനിക്ക് പറ്റിയ സ്ഥലവുമല്ല ഇത്. ഇവിടെ എനിക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, തിരിച്ചു പോയേക്കാം എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അച്ഛൻ അടുത്തൊരു കാര്യം പറയാനായിട്ട് ഇടയായി തീരുന്നത്. അദ്ദേഹം ഒരു വിശുദ്ധൻ്റെ, സെൻറ്റ് ആൻ്റണീസ് ആണെന്ന് തോന്നുന്നു, ഒരു വിശുദ്ധൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുൻപത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തകർന്ന അനുഭവങ്ങളെയൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു വിശുദ്ധനായി മാറി, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വിശുദ്ധനായി മാറി. അതുകൊണ്ട് ഏതൊരാൾക്കും മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ ചേഞ്ച് വരും, ദൈവം വരുത്തുമെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയാനായിട്ടിടയായി. അതെൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിച്ചു. അങ്ങനെ ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഹൃദയങ്ങളെ മാറ്റാൻ കഴിയുന്ന, സ്വഭാവത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്കും മാറണം, എനിക്കും ഈ സ്വർഗത്തിന് അവകാശിയായി തീരണം. അങ്ങനെ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇറങ്ങി പുറപ്പെടാനായിട്ട് തീരുമാനിക്കുന്നു. ഞാൻ പിന്നീട് പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ വല്ലാണ്ട് എന്നെ ആകർഷിക്കാനൊക്കെ ഇടയായി. ചുരുക്കി പറഞ്ഞാൽ, വൈകുന്നേരം ആ ധ്യാനം തീരാനായപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പ്രാർത്ഥനയും പാട്ടുമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണടച്ചിങ്ങനെ നിൽക്കുകയാണ്. കണ്ണടച്ച് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് ഇതിന് മുകളിലേക്ക്, ഈ കഴുത്തിന് താഴെ നിന്ന് മുകളിലേക്കുള്ള അത്രയും ഭാഗത്തിങ്ങനെ യേശു ക്രൂശിൽ കിടന്ന് പിടയ്ക്കുന്ന, രക്തമൊലിച്ചുകൊണ്ട് പിടയ്ക്കുന്ന ഒരു അനുഭവം ഞാൻ കാണുകയാണ്. ഞാൻ വിചാരിച്ചോ, ഞാൻ ഇന്ന് രാവിലെ മുതൽ വേറൊരു അനുഭവത്തിലേക്ക് മാറിയല്ലോ, അപ്പോൾ ഇത് മനഃശാസ്ത്രപരമായ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ച് ഞാനത് വിട്ടിട്ടിങ്ങനെ നിൽക്കുന്ന തന്നെയുണ്ട്. വീണ്ടും ഞാൻ കാണുകയാണ് ദൂരേന്ന് യേശു ഇങ്ങനെ ഒരു ആടിനെ എടുത്ത് തോളിലിട്ടിട്ട് ഒരു വടിയൊക്കെ പിടിച്ചിട്ട് നടന്ന് എൻ്റെ അടുക്കലേക്ക്, എന്നെ തന്നെ നോക്കിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുക. എനിക്ക് ഭയങ്കര ഇത് തോന്നി. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എൻ്റെ തോന്നലായിരിക്കാം എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആ പാട്ടും പ്രാർത്ഥനയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എല്ലാവർക്കും ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്, ദർശനം കണ്ടവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ദർശനമല്ലല്ലോ, എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നൽ. ഞാൻ അവിടെ ഇരുന്നു. എന്നാൽ രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, യേശു ക്രൂശിന്മേൽ കിടന്ന് പിടയ്ക്കുന്നത് കണ്ട ചിലർ ഇതിനകത്തിരിപ്പുണ്ട്, അങ്ങനെയുള്ളവർക്ക് എഴുന്നേൽക്കാം. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, ഞാനത് കണ്ടതാണല്ലോ. എങ്കിലും ഇദ്ദേഹം പറയുന്നത് അതായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അടുത്തതായിട്ട് അദ്ദേഹം പറയുകയാണ്, യേശു ഒരാടിനെ തോളിലിട്ടുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് പോലെ ചിലർക്ക് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ, അതോടെ എൻ്റെ എല്ലാ പിടിയോളിയും വിട്ടു. എനിക്ക് അനുഭവിച്ച അനുഭവങ്ങളെല്ലാം അങ്ങനെ തന്നെ. ഇതാരെങ്കിലും ഒരു പറഞ്ഞു തന്നിട്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ ഓക്കെ. ഇതാരും ഒന്നും പറയാതെ അങ്ങനെ ഒരു സംഭവം അത് എന്നെ പിടിക്കാൻ തന്നെയായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്ന് എൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ട് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് മറ്റുള്ളവരൊക്കെ എന്നെ നോക്കി
അതുവരെ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാത്ത, അതുവരെ ഒന്നിനും പങ്കെടുക്കാത്ത ഞാൻ എന്തിനു പറയുന്നു, അന്ന് രാത്രി ഞാൻ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. പിറ്റേന്നത്തെ ധ്യാനം എനിക്ക് ഭയങ്കര അനുഗ്രഹമായി. അന്ന് എന്നെ സ്പർശിച്ച ഒരു വചനമാണ്, നമ്മെ എല്ലാ നാളും എല്ലാ സമയത്തും നമ്മെ അറിയുന്ന ഒരു ദൈവം. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നുള്ള ഇത്, ഏത് സമയത്തും നമ്മെ അറിയുന്ന, നമ്മെ വഴി നടത്താൻ, അന്ത്യം വരെ വഴി നടത്തുവാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് അതെൻ്റെ ജീവിതത്തിൽ വല്ലാണ്ട് സ്പർശിച്ചു. ഞാൻ ആ ധ്യാനം കൂടി. അവസാനം ധ്യാനം തീരുന്ന സമയമായപ്പോഴത്തേക്ക് അച്ഛൻ അനൗൺസ് ചെയ്തു, ദേണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ പോവുക, ശാസ്താംകോട്ടയ്ക്ക് പോകാനുള്ളവർക്ക് എല്ലാവർക്കും പോകാം, എന്നാൽ ഇവിടെ ആരാധന അല്പസമയം കൂടി നീളുമെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവിടെ പ്രസംഗിച്ചു അന്ത്യം വരെ വഴി നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ ദൈവത്തെ എനിക്ക് അനുഭവിക്കണം. ഞാൻ ഈ ട്രെയിന് പോകത്തില്ല, എനിക്ക് കൊല്ലത്തുനിന്ന് തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല, പക്ഷെ ഞാനിവിടെ ധ്യാനം കൂടും, ഇത് കഴിയുമ്പോൾ എനിക്ക് വീട്ടിലെത്തണം. ദൈവം എന്നെ അങ്ങനെ അവിടെ എത്തിക്കുന്നുവെങ്കിൽ ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ അന്ന് അങ്ങനെ സംശയിക്കുവാനായിട്ടും ഒരു കണ്ടീഷൻ വെക്കാനിടയായി. ധ്യാനമെല്ലാം കഴിഞ്ഞു, ഞാൻ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് നടന്നു വരുന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ വേറൊരു ചെറുപ്പക്കാരനും അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എവിടേക്ക് പോകാനാണ്? ഞങ്ങളുടെ അടുത്താണ് ഭരണിക്കാവെന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഭരണിക്കാവിലുള്ളയാളാണ്. ഞാൻ ചോദിച്ചു, വഴി അറിയോ? ഇല്ല, അറിയത്തില്ല. പിന്നെന്താ നിന്നത്? എനിക്ക് പോകണമെന്നുണ്ട്, ഞാൻ ആരെങ്കിലും വരുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ശാസ്താംകോട്ടക്കാരനാണ്, എനിക്ക് അങ്ങോട്ട് പോകാനാണ്, പക്ഷേ വഴി അറിയില്ല. എൻ്റെ തീരുമാനം ഇങ്ങനെയാണ്, ഞാൻ ആരോടും ചോദിക്കില്ല, ഞാൻ പോകും, ദൈവം വഴി നടത്തുമെന്ന് ഇന്നിവിടെ പ്രസംഗിച്ച് കേട്ടു, അങ്ങനെയെങ്കിൽ ഈ ദൈവം വഴി നടത്തുന്നത് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിശയിലേക്ക് നടക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ്, ഞാനും വരുന്നു. ഞങ്ങൾ നടന്ന് കുറേ ദൂരം നടന്നു കഴിഞ്ഞിട്ടും ഒന്നും കാണാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല നമുക്കൊന്ന് ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കില്ല, ഞാൻ ദൈവം അങ്ങനെ നടത്തുമെന്നുണ്ടെങ്കിൽ നടത്തണം, എത്ര രാത്രിയായാലും ഞാൻ നടക്കാൻ തീരുമാനിച്ചിരിക്കുക, എനിക്ക് ദൈവം ഉണ്ടെങ്കിൽ അറിയണം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് ചോദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സൈഡിൽ ഒരു പോലീസുകാരനെ കണ്ടു. പോലീസുകാരൻ്റെ അടുത്ത് അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ഈ ബസ് ശാസ്താംകോട്ടയ്ക്ക് പോകാനുള്ള ബസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ അദ്ദേഹം ആ മതിലിനുള്ളിലേക്ക് വിരലി ചൂണ്ടിയിട്ട് കാണിച്ചത് KSRTC സ്റ്റാൻഡല്ലേ, ഇവിടുന്ന് ബസ്സുണ്ട്, പൊക്കോളാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ബസ്. ഞാൻ പറഞ്ഞു, നടന്ന് അവിടെ തന്നെ എത്തിയത് നമുക്കറിയില്ലായിരുന്നു. അതൊരു അനുഭവമായി. അതിനുശേഷം നാട്ടിലെത്തി. ഞങ്ങൾ ഈ ധ്യാനത്തിന് കൂടി ആളുകളെല്ലാം കൂടി ഒരു പ്രാർത്ഥന മീറ്റിങ്ങുകൾ ആരംഭിച്ചു. അനേക ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ ഉള്ളത്തിലിങ്ങനെ ജീവനുള്ള ഒരു ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം? ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു വരുവാനായിട്ടിടയായി. ആ സൈഡിൽ നല്ല മഴ പെയ്തിങ്ങനെ വരുന്നു. ഞങ്ങൾ ഒരു വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. അപ്പോഴാ ഞാൻ പറഞ്ഞു, ദൈവമേ, ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഉണ്ടെന്ന് തെളിയാൻ തക്കവണ്ണം ഈ മഴ ഇവിടെ പെയ്യരുത്. ഞങ്ങൾക്കിവിടെ പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കാനായിട്ട് കഴിയണം. മഴ അവിടെ പെയ്തില്ല, മഴ മാറിപ്പോയി. അതെൻ്റെ ജീവിതത്തിൽ പിന്നെയും ഒരനുഭവമായി. ഇതുപോലെ അനേക സംഭവങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോൾ ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ പിന്നെയും പറയട്ടെ, ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല എന്ന് ദൈവവചനം പറയുന്നു. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ദൈവം എന്നോട് കരുണ കാണിച്ചു, എന്നോട് മനസ്സലിവ് കാണിച്ചു. ഞാൻ ചോദിച്ച കാര്യങ്ങളിലൊക്കെ എന്നോട് ഇടപെടുവാൻ. അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നീട് ധ്യാനഗുരുവായിട്ടുള്ള ഒരു അച്ഛൻ പോലും വന്നിട്ട് ധ്യാനം നടത്തുന്ന സമയത്ത് ഞങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് പരവൂരേക്ക് കൊണ്ടുപോയ സംഭവമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ പോയി അവരുടെ ധ്യാനം നടക്കുന്ന സമയത്ത് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ സ്പെഷ്യലിസ്റ്റുകൾ എന്ന നിലയ്ക്ക് ശാസ്താംകോട്ടയിൽ നിന്ന് ഞങ്ങളൊരു ടീമിനെ തന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായി. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് പോകാനായിട്ട് ഇടയായി. അത് ഒരനുഭവമായി മുന്നോട്ട് വന്നു. ദൈവവചനം പഠിക്കാനും ദൈവവചനം വായിക്കാനുമുള്ള ഒരു ആർത്തി ഉണ്ടായി. അങ്ങനെ ദൈവവചനം ആർത്തിയോടെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സംഭവം ഉണ്ടായത്. സങ്കീർത്തനം വായിക്കുമ്പോൾ അതിനകത്ത് അവിടെ സേലാന്ന് കാണുന്നു. ഞാൻ ഓടി പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്ന് അച്ഛൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ ബൈബിൾ ഞാൻ വായിച്ചു വന്നപ്പോൾ സങ്കീർത്തനത്തിനകത്ത് സേല എന്നൊരു വാക്ക് കാണുന്നു, എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? അച്ഛനുടനെ പറഞ്ഞു, സേലായോ? നീ ബൈബിളായിരിക്കത്തില്ല വായിച്ചേ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ബൈബിളാണ് വായിച്ചത്. ഞാൻ വായിച്ചപ്പോൾ സേല എന്നൊരു വാക്ക് കണ്ടു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാനാ. എടാ, സേല എന്നൊരു വാക്കൊന്നുമില്ല, സൊലേന്നൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ലേഖകൻ, അത് ബൈബിളിൽ വരാനും സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു അച്ഛൻ്റെ സ്ഥിതി. എന്നാൽ ദൈവം ആ സ്ഥിതിക്ക് മാറ്റം വരുത്തി.
ആ സ്ഥിതിക്ക് മാറ്റം വരുത്തി ആ അച്ഛൻ മാറിപ്പോയി. അടുത്ത ഒരു അച്ഛൻ വരുവാനായിട്ടിടയായി. ആ അച്ഛൻ ഞങ്ങൾക്ക് ബൈബിൾ വാക്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എന്തിനു പറയുന്നു? ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനോട് അവസാനം നമ്മൾ ചോദിച്ചു, അച്ഛാ ഞാൻ കത്തോലിക്ക സഭയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ പലതും കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായിട്ടാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് സ്വർഗത്തിൽ പോകണോ അതോ സഭയിൽ നിൽക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സഭയിൽ നിൽക്കണം, അപ്പം തന്നെ സ്വർഗത്തിൽ പോകണം. നടക്കത്തില്ല, രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അച്ഛനോ? അച്ഛൻ പറഞ്ഞു, ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട് കണ്ടോ, ഇതിനെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇതിനകത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ പോവാം, പക്ഷെ മറ്റാരോടും പറയരുത്, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. അത് ഒരു ഇതായിരിക്കുമ്പോഴാണ് പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോസഫ് കിഴക്കേടോ എന്ന് പറയുന്ന അച്ഛനാണെന്ന് തോന്നുന്നു, ഒരു അച്ഛനെ ഇതേ അച്ഛൻ തന്നെ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹത്തെ വിളിച്ച് ധ്യാനം നടത്തൂ, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. ആ അച്ഛൻ വന്ന് ഞങ്ങൾക്ക് ധ്യാനം നടത്തി തന്നു. ആ ധ്യാനത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു. അവസാനം രണ്ടിലൊന്ന് തീരുമാനം എടുക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് എത്തി. വിശ്വാസത്തിൽ നിലനിൽക്കണോ അതോ കത്തോലിക്ക സഭയിൽ തുടരണോ എന്നുള്ളത്. എന്നാൽ രണ്ടും കൽപ്പിച്ചില്ല, വേണ്ടാത്തതൊന്നും ചെയ്യത്തില്ല, പക്ഷെ കത്തോലിക്ക സഭയിൽ തന്നെ നിൽക്കും. അങ്ങനെ നിൽക്കുമെന്നുള്ളൊരു നിലയിൽ നിൽക്കുന്ന സമയത്താണ് പൊന്നം ബ്രദർ എന്ന് പറയുന്ന ബ്രദർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളുടെ ഇവിടെ വന്ന് ധ്യാനം നടത്താറുണ്ടായിരുന്നു. ഞങ്ങളുടെ ജേക്കബ് സാർ എന്ന് പറയുന്ന ഞങ്ങൾ ഏറ്റവും മാനിക്കുന്ന, ഞങ്ങളെ ദൈവവചനത്തിൽ പഠിപ്പിച്ച് വളർത്തിയെടുത്ത ആ കർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം വന്ന് കരിസ്മാറ്റിക് അനുഭവത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ക്ലാസ്സിനായിട്ട് വന്നു. അന്ന് അദ്ദേഹം 3 ദിവസത്തെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് ആ സ്നാനത്തെക്കുറിച്ചല്ല, മറ്റൊന്നുമല്ല. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ഇടിപ്പ്, സ്നാനപ്പെട്ടേ മതിയാകൂ. ഞാൻ എന്തെല്ലാം ചെയ്ത് അതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടും കഴിയാത്തതുപോലെ എൻ്റെ ഉള്ളത്തിലൊരു പ്രേരണ. ഞാൻ അവസാനം തീരുമാനിച്ചു, ഞാൻ പൊന്നമ്പ്രനോട് ഈ കാര്യം സംസാരിക്കാം. ഞാൻ മാറി നിന്നതോ പൊന്നമ്പ്രനോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കാണുന്നത് അവിടെയായിട്ട് 6-7 സഹോദരങ്ങൾ ഞങ്ങളുടെ നിൽക്കുന്നു. ഞാൻ ഓരോരുത്തരോട് സംസാരിച്ചു, എന്താ നിൽക്കുന്നത്? അവരാരും ആദ്യം പറയാനിടയായില്ല, എങ്കിലും പിന്നത്തേതിൽ അവരെല്ലാം തുറന്നു പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊരു തുടക്കമായി. അന്ന് പൊന്നമ്പ്രർ സമ്മതിച്ചില്ല, എന്നാൽ പിന്നത്തേതിൽ നിർബന്ധത്തിന് വഴങ്ങി അന്ന് പാതിരാത്രിയിൽ ഞങ്ങൾ സ്നാനപ്പെടുവാനായിട്ടിടയായി. അതോടുകൂടി വീട്ടിലൊത്തിരി പ്രശ്നങ്ങളായി, വീട്ടിലെ പ്രയാസങ്ങളൊക്കെ ഒത്തിരി വന്നു. എങ്കിലും ആ ജീവിതത്തിൽ മാറ്റമുണ്ടായിരുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടിടയായി. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇന്നായിരിക്കുന്ന പൈനിയർ മിഷണറി ചർച്ചിൻ്റെ സ്ഥാപകനെന്നൊക്കെ പറയാവുന്ന മോഹൻ ബി ഡേവിഡ് എന്ന് പറയുന്ന പാസ്റ്റർ നാട്ടിലേക്ക് വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ ചർച്ചിലുള്ള പലരും പാസ്റ്ററോട് പറയാറുണ്ട്, കാസർഗോഡ് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെയും കൂടി വിളിക്കണം, ഞങ്ങളും വരുന്നു എന്ന് പറയും. ഞാനത് പറയാറില്ല. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്തിനുള്ളിൽ ടൈലറിങ് ഒക്കെ പഠിച്ചു, ടൈലറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PSC എഴുതിയിട്ടുണ്ട്, പലതിലും ആ ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്നു, ഒന്ന് ജോലിക്ക് കയറണം എന്നുള്ള ചിന്തയിലിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനോട് ഇത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പക്ഷേ മോഹൻ ബി ഡേവിഡ് പാസ്റ്റർ അവിടെ വന്നിട്ട് ബൈബിൾ സൊസൈറ്റിക്കാർ ഇവിടേക്ക് കാസർഗോഡേക്ക് പ്രവർത്തനത്തിന് വരുന്നു, നിങ്ങൾ സഹോദരന്മാരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാം, അവരോട് ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞവർക്ക് ആർക്കും വരാൻ കഴിയാതെ പോയി. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററായിരിക്കുന്ന ജേക്കബ് സാറ് പറഞ്ഞു, ആരും പോകാതിരിക്കുന്ന നാണക്കേടാ, ആരെങ്കിലും ഒരാളെങ്കിലും പോകണമെന്ന് പറഞ്ഞു. ആരും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പറയുന്ന പിന്നെ സാറേ ഞാൻ പോകാം, ഞാൻ ഒരാഴ്ചത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കാം. അങ്ങനെ ഞാൻ കാസർഗോഡേക്ക് വന്നതാണ്. ഇവിടെ അതെൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു എന്ന് പറയാം. ഇടയിലക്കാട്, വലിയപറമ്പ എന്ന് പറയുന്ന ദേശങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. വളരെ ദയനീയമായ പല അനുഭവങ്ങളും കണ്ടു. സമയത്തിൻ്റെ കുറവുണ്ടല്ലേ, ചുരുക്കി പറയാം. ഇടയിലക്കാടിലേക്ക് ചെന്നപ്പോൾ ഒരു വീട്ടിൽ ഒരു പ്രായമുള്ള അമ്മച്ചി ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്ത് കുറേയേറെ നെല്ലിട്ടിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ തിരുമ്മി അത് പൊളിച്ചെടുക്കുന്നത് കണ്ടു. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സക്രിയ കോശി അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്താ ഇത് ചെയ്യുന്നത്? അത് ഈ നെല്ല് പൊളിച്ചെടുക്കുകയാണ്, അത് ഉരലിലിട്ട് കുത്തിയെടുത്താൽ പോരെ. പാടില്ല എന്ന് പറഞ്ഞു. പേടിച്ചിട്ട് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ പൊട്ടൻ തെയ്യമുണ്ട്, പൊട്ടൻ തെയ്യത്തിന് കൊടുക്കുന്നത് ഇങ്ങനെ വേണം കൊടുക്കാൻ, കൈകൊണ്ട് കൊടുക്കണം, അത് ഉരലിലിട്ടിടിക്കണമെന്ന് പറയുക പോലും ചെയ്യാൻ പാടില്ല. പേടിച്ചിട്ട് പറയുന്ന അമ്മച്ചിയുടെ പേടി എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങാനിടയായി. സ്നേഹമുള്ള ഒരു ദൈവത്തെ, സ്നേഹിക്കുന്നവനായ ദൈവത്തെ ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു.
പക്ഷേ ഇവിടെ ഇതാ ദൈവത്തെ അറിയാതെ, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവം ആരെന്നറിയാതെ ഒരു കൂട്ടം പൊട്ടനെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം, ഇവരോട് ആര് ഈ സത്യം പറയും? അതെൻ്റെ ഹൃദയത്തിൽ വേദനയായി. തുടർന്ന് അടുത്ത ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ഒരു സഹോദരിയുടെ ഒത്തിരി കഷ്ടതയുടെ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഒത്തിരി കഷ്ടതയുടെ സംഭവങ്ങൾ കേട്ടു. അത് കഴിഞ്ഞ് അടുത്ത വലിയ പറമ്പയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ചെന്ന പാടെ അവിടെ ചീട്ട് കളിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ഞങ്ങളെ വിളിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? അതെ, ഞങ്ങളുടെ ഈ ദ്വീപിൽ 24 കിലോമീറ്റർ നീളമുള്ള ഈ വലിയ പറമ്പ് ദ്വീപിൽ ഒരു ക്രിസ്ത്യാനിയുണ്ട്, ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അവരെല്ലാം കൂടെ ഞങ്ങളെ ആനയിച്ചു കൊണ്ടുപോയി 1 കിലോമീറ്ററോളം നടത്തിക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ ചെന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ചെല്ലുക. പിന്നീടാണ് അറിഞ്ഞത് ആലപ്പുഴക്കാരനോ മറ്റോ ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോറൻസ് എന്നോ മറ്റോ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മീൻ പിടിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് 5 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ വന്നിട്ട് അദ്ദേഹം അവിടെ താമസമാക്കിക്കൊണ്ട് അവിടെ 5 പെൺകുട്ടികളുടെയും ഭർത്താവായിട്ട് വാഴുകയാണ്. ഒരു ജോലിക്കും പോകുന്നില്ല. ആ പെൺകുട്ടികൾ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന പണം കൊണ്ട് താനും ചീട്ട് കളിച്ച് വെള്ളം അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഈ നാട്ടുകാർക്ക് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അറിയുന്നത് ഇതാണ്. ഇവരോട് ആര് പറഞ്ഞു കൊടുക്കും ഇതല്ല ക്രിസ്ത്യാനി? യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന, സ്നേഹവാനായ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ആ സേവിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് ആര് പറഞ്ഞു കൊടുക്കും? അത് വെള്ളിടി പോലെ ഹൃദയത്തിലുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ സക്രിയക്കോശിച്ചും പറഞ്ഞു, ഇവരൊക്കെ നശിച്ചു പോയി, ഇവരെല്ലാം നിത്യനാശത്തിലേക്ക് പോവുക. ഇവരോട് ആര് പറഞ്ഞു കൊടുക്കും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച്? ആർക്കെങ്കിലും പോകാൻ മനസ്സുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ അതൊരു ചോദ്യമായപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇവരുടെ ഇടയിലേക്ക് വരാനായിട്ട് തയ്യാറാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് വരാനായിട്ട് കഴിയത്തില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഒറ്റയ്ക്ക് വരാൻ തയ്യാറല്ല. ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ സഹായിക്കുന്നെങ്കിൽ. ഞാൻ മോഹൻ ബീഡയോട് പാസ്റ്ററോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വരാം, പക്ഷേ മനുഷ്യരെ കണ്ടിട്ട് വരരുത്, മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് വരരുത്. ഏതെങ്കിലും മനുഷ്യൻ സഹായിക്കുമെന്ന് വിചാരിച്ച്, ഈ പറയുന്ന ഞാനെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അനിൽ വന്നാൽ അനിൽ പരാജയപ്പെടും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വരാമെങ്കിൽ അനിൽ കർത്താവിനായിട്ട് വേല ചെയ്യാം. ഞാൻ പറഞ്ഞു 2 വർഷത്തേക്ക് ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ പോയി. അങ്ങനെ ജോൺസൺ എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതൻ, അദ്ദേഹവും ഞങ്ങളുടെ ചർച്ചിലെ അംഗമായിരിക്കുന്ന സഹോദരൻ എൻ്റെ കൂടെ വരാൻ തയ്യാറായി. ഞങ്ങൾ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ദ്വീപുകളിൽ, ഇടയിലക്കാട്, വലിയ പറമ്പ ദ്വീപുകളിൽ, തൃക്കരിപ്പൂർ മേഖലകളിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ അങ്ങനെ ഒരു സഭ ആരംഭിക്കുവാനായിട്ടിടയായി. അതിനുശേഷം ഞങ്ങളുടെ കൂട്ടത്തിൽ പാസ്റ്റേഴ്സിൻ്റെ കുറവുള്ളത് കൊണ്ട് മറ്റു പല സഭകളിലേക്കും പോകേണ്ടതായിട്ട് വന്നപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കർണാടകത്തിലുള്ള സഭയിലേക്ക് പോകാനായിട്ട് മോഹൻ പാസ്റ്റർ ഒരിക്കൽ കരഞ്ഞു കണ്ട് ചോദിച്ചു, കേരളത്തിൽ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയെക്കുറിച്ചൊക്കെ പറയാനും പ്രയാസപ്പെടാനും ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് വടക്കേ ഇന്ത്യയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും അന്ധകാരപൂർണമായ ദേശങ്ങൾ കർണാടകത്തിലാണുള്ളത്. അവിടേക്ക് ആര് പോകും? അവിടെ ആര് ചെന്ന് കർത്താവിൻ്റെ സദ്വാർത്ത അറിയിക്കും എന്നുള്ള ചോദ്യത്തിൽ താൻ കരയാനിടയായി. അന്ന് എണീറ്റ് നിന്ന് ഞാൻ സമർപ്പിച്ചു, എന്നെ കർത്താവ് അയക്കുന്നെങ്കിൽ ഇന്ത്യയിലെവിടെയും ഏത് അന്ധകാരമുള്ള ദേശത്തും ഞാൻ പോകാൻ തയ്യാറാണെന്ന്. ആ വാക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് മോംബാസ്റ്ററിനെ കുറച്ചു കാലത്തേക്ക് കർണാടകത്തിൻ്റെ ബോർഡറുകളിലേക്ക് അയച്ചു. അവിടെ പോയി ആയിരിക്കാനായിട്ടിടയായി. ഇന്ന് തിരിച്ച് ഇവിടെ വന്നായിരിക്കുന്നു. ഇതിനിടയിൽ മോഹൻ ബാസ്റ്ററിൻ്റെ സഭയിൽ നിന്ന് തന്നെ ഞാനൊരു വിവാഹം കഴിച്ചു. ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഒത്തിരി മോഹൻ ബാസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വിവാഹം കഴിച്ചു. അതൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഉണ്ടാകുന്നതിന് മുഖാന്തരമായി 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു. 2 പേരും ഇപ്പോഴും പഠിക്കുന്നു. മൂത്തയാൾ M.Tech പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയാൾ BOT എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. ഞങ്ങളിപ്പോൾ കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും ബോർഡർ എന്ന് പറയാം, എന്നാൽ കണ്ണൂരിൻ്റെ ഭാഗമായിരിക്കുന്ന പയ്യന്നൂർ പട്ടണത്തിലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. കർത്താവ് ഒത്തിരി അനുഗ്രഹമായിട്ട് നടത്തുന്നു. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ ഹൃദയവേദനകളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം അറിയുന്ന മനുഷ്യർ ഒരു പക്ഷേ നമ്മെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വരാം, മനുഷ്യരാരും നമ്മെ ശ്രദ്ധിച്ചില്ല എന്ന് വരാം. പക്ഷേ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവത്തിനായി നമ്മെ സമർപ്പിച്ച് ദൈവത്തെ അനുസരിപ്പാനായിട്ട് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ ദൈവം നമ്മുടെ ജീവിതം ഒരനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയാകും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ തലമുറകളെപ്പോലും പാലിക്കുവാൻ ഈ ദൈവം മതിയായവനാ. ഇത് കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിൽ മാത്രം.